നിയമസഭാ അന്താരാഷ്ട്ര പുസ്തക മേളയിൽ സ്പീക്കർക്ക് നിവേദനവുമായി ഒരു വിദ്യാർത്ഥി എത്തി. അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്ന് സ്പീക്കർ ഉറപ്പു നൽകി. ലോക സാഹിത്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന പുസ്തകമേള വൈവിധ്യമാർന്ന മനുഷ്യരെ കൂടി കരുതാമെന്ന് ഉറപ്പു നൽകുന്ന ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ട കേരള നിയമസഭാ നാഥൻ, കേരളത്തിൻ്റെ ആവശ്യങ്ങളും അതിന്മേലുള്ള ചർച്ചയും ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ സഭയിലാണല്ലോ. അവിടെ എൻ്റെയും കൂടെ ഒരു നിവേദനം. നീളുന്ന വഴികളുടെ അറ്റത്ത് അക്ഷരങ്ങളാണ്. പുസ്തകങ്ങളിലേക്ക് വഴി തുറന്നു കിട്ടാനുള്ള അക്ഷരാന്വേഷിയുടെ യാത്ര. അവിചാരിതമായി ചിലർ കൂട്ടുകൂടും. അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണ്ണതയുമാണ് ഒരു ഭാവഗാനം. ഭൂതകാലത്തിലെ ശബ്ദങ്ങളും വർണ്ണങ്ങളും വർത്തമാനത്തിലേക്ക് തിരിച്ചു വരുന്ന കവിത. പുസ്തകങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ശബ്ദം മാത്രമാണ്. ഓഡിയോ ബുക്കുകളും മറ്റു പുത്തൻ സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിലും അക്ഷരങ്ങളെ തൊട്ടറിയണമെന്ന് ആഗ്രഹമുണ്ട്. പുസ്തകത്തിൻ്റെ മണം അറിഞ്ഞ് ബ്രെയിൽ ലിപിയിലൂടെ വിരൽ ഓടിച്ച് അക്ഷരങ്ങൾ അറിയാനും സ്വന്തമായി പുസ്തകം ലഭിക്കുന്നത് അഭിമാനമാണ്. ഓഡിയോ രൂപത്തിലും മറ്റു PDF ആയൊക്കെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അതിന് പലപ്പോഴും പല പരിമിതികളുണ്ട്. കാരണം PDF ആണെങ്കിൽ സോഫ്റ്റ്വെയർസാണ് വായിച്ചു തരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിന് പരിമിതികളുണ്ടാവാം. ചിലപ്പോൾ ഈ സോഫ്റ്റ്വെയറൊക്കെ സെർവർ ഡൗൺ ആയാൽ അത് വായിക്കാൻ പറ്റില്ല. പിന്നെ ഓഡിയോ ഫയൽസ് ആണെങ്കിൽ ഇതിലൊക്കെ സൈസ് പലപ്പോഴും വലുതാണ്. അപ്പോൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3-ാം പതിപ്പിൽ അതിൻ്റെ ശൈശവത്തിലാണെന്നറിയാം. മുന്നോട്ടുള്ള പതിപ്പുകളിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന കേരള നിയമസഭാ സ്പീക്കറോട് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. അക്ഷയ് കൃഷ്ണൻ. പഠിക്കണം കേട്ടോ. എന്തായാലും പരിഗണിക്കും. നമ്മള് പ്രസാദ് സംസാരിച്ചൊരു സ്റ്റാൾ പ്രത്യേകം ഇടാം. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അക്ഷയ്ക്ക് ഇതും പഠനത്തിന്റെ ഭാഗമാണ്. ആഗ്രഹത്തിന് ഉറപ്പു വാങ്ങിയുള്ള കാത്തിരിപ്പാണിനി. തീർച്ചയായും നമ്മുടെ നിയമസഭാ സ്പീക്കർ ഈ ഒരു വിഷയം വളരെ അനുഭവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്നും അതിൻ്റെ തുടക്കം അടുത്ത 4-ാം പുസ്തകോത്സവ പതിപ്പിൽ ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. അക്ഷയ്ക്കൊപ്പം നമുക്കും പ്രത്യാശിക്കാം. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.